പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. എവിടെയാണോ കാണുന്നതെന്ന് വെച്ചാൽ ആ സമയത്തിനനുസരിച്ച് സ്തോത്രം. ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എനിക്കറിയാം ഒത്തിരി നാളുകളായിട്ട് പലരും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പലരും നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ചർച്ചിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പെർസിക്യൂഷൻ ഉണ്ടായി, ആളുകൾ വന്ന് നമ്മുടെ ചർച്ച അറ്റാക്ക് ചെയ്തു. നമുക്ക് പെട്ടെന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന വാടക സ്ഥലമാണ്. സോ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മേടിക്കാൻ ചർച്ച് താല്പര്യപ്പെടുന്നു. ഓൾറെഡി ഞങ്ങൾ 1,80,00,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 1/2 ഏക്കറിനടുത്തുണ്ട്. ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരു 10% അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. സോ ഞാൻ ഇതൊന്ന് കാണിക്കാം അങ്ങയുടെ കുടുംബത്തോടും. കാരണം കർത്താവിൻ്റെ ഒരു ഭവനം നോർത്ത് ഇന്ത്യയിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലയിടത്തും സഭകൾ നടക്കുന്നത് എല്ലാം വാടക സ്ഥലങ്ങളിലാണ്. സോ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് വന്ന് ലാൻഡ് ലോഡിനോട് പ്രഷറൈസ് ചെയ്യും, ലാൻഡ് ലോഡിനോട് പറയും ഇവരെ മാറ്റി അത് ചെയ്യും. സോ ലാൻഡ് ലോഡിന് ആ പ്രഷർ വരേണ്ടി വരും. സോ ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് സ്ഥലമുള്ള സഭയെ എടുത്ത് പെട്ടെന്ന് നശിപ്പിക്കാനോ കളയാനോ പാടാണ്. സോ ഞാനും കുടുംബവും ഇന്ന് ഇതൊന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നു. സോ ഈ ജേർണിയിൽ അങ്ങേയും കുടുംബത്തെയും കൂടെ ഞങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ സ്ഥലം. ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം ഇന്ന് പറയാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മാസത്തെ നമ്മുടെ ഫെബ്രുവരിയിലെ കർത്താവ് തന്ന പ്രോമിസ് വേർഡ് എന്ന് വെച്ചാൽ പ്രിപ്പയർഡ് ബ്ലെസ്സിങ് മന്താണ്. ഞാൻ നിന്നെ ആ വീടുകളിൽ താമസിക്കാൻ അലവ് ചെയ്യും. ഓൾറെഡി വേറെ ആരോ പണിത വീടുകൾ, ഓൾറെഡി ആ മരങ്ങൾ എൻജോയ് ചെയ്യുന്നതിനെ അനുവദിക്കും. വേറെ ആരോ ചെയ്ത വിന്യാർഡ്സും മുന്തിരിത്തോട്ടങ്ങളും. സോ ഈ സ്ഥലവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഓൾറെഡി നോക്കുന്ന സമയത്ത് ഒത്തിരി മരങ്ങൾ ഇതിൻ്റെ ബൗണ്ടറിയിൽ വച്ചിട്ടുണ്ട്. സോ ഞാനത് ഡീറ്റെയിൽ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാം ഇപ്പം. എൻ്റെ വിശ്വാസമാണ് അങ്ങേയും കുടുംബവും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഇപ്പം നിൽക്കുന്ന ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ചർച്ചിന് എപ്പോഴും കാരണം ഇത് ഒരു വില്ലേജിലാണ് നമ്മുടെ ചർച്ച് നടക്കുന്നത്. കാരണം വില്ലേജുകളിലാണല്ലോ കർത്താവിൻ്റെ വർക്കുകൾ നടക്കേണ്ടത്. സോ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും പേടിച്ച് നിൽക്കുന്നില്ല. അതെന്താവും ഇതെന്താവും, നമ്മൾ മേടിക്കാം. വിശ്വാസത്തിൽ കൂടെ ഈ സ്റ്റെപ്പ് ഞാൻ എടുത്തിരിക്കുന്നു. സോ അങ്ങേയും കുടുംബവും അങ്ങേ കൊണ്ട് പറ്റുന്നത്, കുടുംബത്തിനെ കൊണ്ട് പറ്റുന്നത് മാക്സിമം കർത്താവിൻ്റെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭവനത്തിനെ അങ്ങ് നിർമ്മിക്കുന്ന സമയത്ത് അങ്ങയുടെ ഭവനം, ആത്മീയ ഭവനം, സാമ്പത്തികമായിട്ടുള്ള ഭവനം, എൻ്റെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുമെന്നും ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ലെറ്റ്സ് ബിൽഡ് ഹൗസ് ഓഫ് ദ ലോർഡ്. ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. പാർട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ 9711876717 കോൺടാക്ട് ചെയ്യാം. ബ്ലെസ്സിങ്സ് ഓൺ യു. Praise the Lord. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതം അനുഗ്രഹം ദയ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധിയിലെ പ്രോഗ്രാമിലേക്ക് അങ്ങയുടെ കുടുംബത്തിന് സുസ്വാഗതം. आज के यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എൻ്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടുപേരും യേശു കർത്താവിന്റെ സുവിശേഷം ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാനയിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്ക് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ സുവിശേഷം വളരാനുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കാൻ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യുക. और मेरे लिए और मेरे परिवार के लिए और कलीसिया के लिए, जैसे आप जानते हैं कि सेवकाई फरीदाबाद में जो दिल्ली के बहुत ही नज़दीक है, वहाँ पे हम सेवकाई करते हैं. मेरा आप सबसे अनुरोध है कि आप मेरे लिए, परिवार के लिए निरंतर प्रार्थना करते रहिएगा और अपना योगदान लगातार भेजते रहेंगे. ഞാൻ പല പ്രാവശ്യവും പല നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വിശ്വാസികളോട് സംസാരിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് അവരെല്ലാം ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ പെർസിക്യൂഷൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ സത്താവിൻ്റെ അറ്റാക്കുകളുടെ പാസ്റ്റർമാരെ തല്ലുന്നത്, ചർച്ച് പൊളിക്കുന്ന വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കളിക്കുന്നതാണ് ഇപ്പോഴത്തെ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം. അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ വിടുക. എനിക്ക് റീസെൻ്റ്ലി ഒരു ബ്രദർ അതുപോലെ ഒരു വീഡിയോ അയച്ചു തന്ന സമയത്ത് ഞാൻ ആ ബ്രദറിനോട് എനിക്ക് ഇത്തിരി ദേഷ്യം തോന്നി. ഒത്തിരി പേര് അയക്കും, പക്ഷേ ആ സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ആ സ്പിരിറ്റ് ഒന്ന് ഡിസ്റ്റർബായി. ഞാൻ ആ ബ്രദറിന് ഒരു വോയിസ് റെക്കോർഡിങ് ഇട്ടേന്ന് വെച്ചാൽ, ബ്രദറെ ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 10 പ്രാവശ്യം ഒരു പാസ്റ്ററിനെ സുവിശേഷ വിരോധികൾ അങ്ങനെ കാല് തല്ലി ഓടിക്കുമായിരുന്നു, 4 ഇടത്തുനിന്നും വളഞ്ഞ് തല്ലുക, ഏതോ ഒരു വില്ലേജിലാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന പണി ചെയ്യുന്ന ആളുകൾക്ക്, ഇവാഞ്ചലിസ്റ്റ്, അവർക്കെല്ലാം പേടിയാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതുപോലുള്ള നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തേരിക്കുന്നത്, ഒരു 10,000 രൂപ 5,000 രൂപ ഇതുവരെയെങ്കിലും കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടി അയച്ചു കൊടുത്തോ? നമ്മൾ പലപ്പോഴും ഈയിടെ ഞാൻ എവിടെ ഒരു കോട്ട് വായിച്ചു, കർത്താവിൻ്റെ ദാസന്മാരെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആളുകളും അവരുടെ പ്രസംഗം പല പ്രാവശ്യം അനലൈസ് ചെയ്യുന്ന ആളുകളും ഇത്രയും പേരും കൂടെ കർത്താവിലേക്ക് ഒരാളെങ്കിലും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. പല ദാസന്മാരും പല വർക്കുകൾ ചെയ്യുന്നവരും കർത്താവിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാതെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങേയും കുടുംബത്തെയും കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. സാമ്പത്തിക, കാരണം ഈ സമയത്ത് ചർച്ചകളെല്ലാം വാടക കെട്ടിടങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു സ്ഥലം മേടിച്ച് ഒരു 1/2 ഏക്കറിനടുത്ത് 45 സെൻറ്റിനടുത്ത് വരും, 43-45 സെൻറ്റിനടുത്ത് സ്ഥലം മേടിച്ച് അവിടെ ഒരു ചർച്ച് പണിത് അവിടെ കർത്താവിൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുടുംബത്തെയും കൊണ്ട് പറ്റുന്നത് ചെയ്യുക. നമ്മൾ പല പ്രാവശ്യവും ഫൈനാൻസ് അയച്ച് ചെയ്യുക, പ്രാർത്ഥന അയക്കുക, എൻകറേജ്മെൻറ്റുകൾ അയക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 1 രൂപയാണോ 1 ലക്ഷമാണോ 1 കോടി രൂപയാണോ ചെയ്യുക. എന്നാലേ കർത്താവിൻ്റെ വർക്കുകൾ വളരത്തുള്ളൂ. നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഇന്ത്യയുടെ 90% അല്ലെന്നുണ്ടെങ്കിൽ 70% ആളുകളും ഹിന്ദി ബെൽറ്റിലാണ്. സോ നോർത്ത് ഇന്ത്യയിലാണ് മേജർ ആളുകളും പൊളിറ്റീഷ്യൻസും വരുന്നത്. സോ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വലിയ വലിയ സഭകൾ വരണം. അതിനുവേണ്ടി നമ്മൾ ചുമ്മാ ഇരുന്നാൽ പോരാ, വീട്ടിൽ ഇരുന്നാൽ പോരാ. നമ്മുടെ 10 ജനറേഷനുള്ള ഫണ്ടൂടെ വച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ചർച്ചകൾ വളരത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വിതയ്ക്കണം, എന്നാൽ മാത്രമേ ചർച്ചകൾ വിതയ്ക്കുള്ളൂ. എൻ്റെ പ്രാർത്ഥനയാണ് അങ്ങേക്കും കുടുംബത്തിനും ഈ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और कई बार मैंने लोगों को देखा कि जब सताव आता है या सताव की बातें करते हैं, वीडियोस व्हाट्सएप के माध्यम के द्वारा हज़ारों लोगों को वो भेजते हैं। और बीच में एक ऐसा वीडियो मेरे पास भी किसी भाई ने भेजा तो मेरे को बहुत ही गुस्सा आया, क्योंकि उस टाइम मेरे आत्मा में मेरे को बहुत ही ज़्यादा गुस्सा आया जब मैंने उस वीडियो को देखा। तो एक पासवान को सब लोग पकड़ के मार रहे थे, खींच रहे थे, उसके पैर को मोड़ रहे थे। जब मैंने उस वीडियो को देखा तो मेरे को गुस्सा आया, मेरे को दुख भी हुआ। मैंने उस भाई को एक व्हाट्सअप रिकॉर्डिंग भेजा। मैंने बोला, ब्रदर आप इस वीडियो को भेज रहे हैं, इससे अच्छा होता कि अगर आपने 100 लोगों को वीडियो भेजा, इससे अच्छा होता कि उस कलीसिया में या उस पास्टर को जहाँ सताव हुआ उनको कुछ मदद कर देते, उनको कुछ 1,000 रुपये, 2,000, 5,000 रुपये, 10,000 रुपये उनको भेज देते, तो उनके लिए वो एक मदद का कारण बन जाता, उनके सेवकाई के लिए एक मदद का कारण बन जाता। और कई बार वो मदद का कारण उनके लिए, उनके सेवकाई के लिए हो जाता। सो जब आप सताव के बारे में सुनते हैं, आप बोलिए, परमेश्वर हमें बताओ कि हम उस सेवकाई के लिए क्या कर सकते हैं, हम भी तेरे राज्य के लिए क्या कर सकते हैं। और बहुत लोग तो है बैठे हुए सिर्फ पास्टरों की गलतियां ढूंढते हैं कि उनमें ये कमी है। वो सब छोड़ के, क्रिटिसिज्म को छोड़ के, मैं सोचता हूँ कि अगर ये सारे लोग जो पास्टरों की गलतियां ढूंढते हैं, क्रिटिसिज्म करते हैं, ये सब मिलके अगर आत्माओं को बचाने लग जाते तो बहुत सारी रूहें आज परमेश्वर के राज्य में और जुड़ी होती। सो हमने ये सोचना है, सताव आएगा बट उस सताव में हमें कैसे परमेश्वर के लिए और कार्य करना है। लोगों की बुराई और उनकी कमियों को ना देख के ये सोचना है कि हम और रूहों को कैसे बचा सकते हैं। और जैसे आप जानते हैं, हम भी जैसे कलीसिया मिल के, हमने भी एक स्वप्न देखा कि यहाँ पे फरीदाबाद में ही कलीसिया का अपना एक ज़मीन हो और उसके लिए हमने टोकन अमाउंट भी दे दिया है। सो 2,000 गज के करीब है। तो मेरा विश्वास है कि आप हमारे लिए लगातार प्रार्थना कर रहे हैं और उसके लिए आप अपने योगदान को भी भेजेंगे, चाहे वो 1 रुपये हो, 1 लाख रुपए हो, 1 करोड़ रुपए हो, बट भेजिए, क्योंकि परमेश्वर का कार्य जो बहुतायत से बड़ी रूप में यहाँ पे होगा तो परमेश्वर आपके और आपके परिवार को याद रखेगा। ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് സമയത്ത് ഞാൻ പറഞ്ഞു, ബ്രദർ ഈ ചെയ്യുന്നതിന് പകരം ആ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഗ്രയിലോ എവിടെയോ സുവിശേഷം പ്രവർത്തനം, ഞങ്ങൾ ഹരിയാനയിലാണ് ചെയ്യുന്നത്, അത് UP-യിലാണ്. ആ പാസ്റ്ററിന് അടിയും ബഹളമായിട്ട് അദ്ദേഹം നാട്ടിൽ പോയിട്ട് തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പം ഞാൻ ആ സംസാരിച്ചുകൊണ്ട് സമയത്ത് പറഞ്ഞു,
അങ്ങേർക്ക് പോയി ഒരു 20,000 രൂപ കൊടുക്കുക, അങ്ങേരുടെ എന്തെങ്കിലും ഹെൽത്ത് എക്സ്പെൻസ് ചെയ്യുക, അദ്ദേഹത്തിന് വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കൈകളെ ഒന്ന് ബലപ്പെടുത്തുക, രണ്ടാമതും കർത്താവിൻ്റെ ആ വേല ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു എൻകറേജ്മെൻ്റ് ആകട്ടെ. തമാശയ്ക്ക് ഞാനൊന്ന് പ്രീച്ചിങ് തുടങ്ങിയിട്ടില്ല, എന്നാലും ഇത് പറയണമെന്ന്, കാരണം ഞങ്ങളുടെ ചർച്ചും ഹിന്ദി ചർച്ചാണ്, പിന്നെ മലയാളം ഞാൻ പ്രീച്ച് ചെയ്യുന്നത് ഈ മാധ്യമത്തിൽ കൂടെ, നമ്മുടെ ഹാർവെസ്റ്റ് ടിവിയിലോട്ട് കൂടാം. അപ്പം ഒരു പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്നോടൊരു കാര്യം തമാശയ്ക്ക് പറഞ്ഞ്, നാട്ടിൽ പല സഭകളുണ്ടല്ലോ, ഡിനോമിനേഷൻസ്, ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല, ഈ പാരമ്പര്യ സഭകൾ എന്ന് വെച്ചാൽ പെൻറ്റക്കോസ്റ്റിൽ തന്നെ 50-100 വർഷം പഴക്കമുള്ള ഇലക്ഷനൊക്കെ നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞു, നമ്മൾ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാസ്റ്ററിന് പണി കൊടുക്കണം. ഈ സഭകൾ മാറുമല്ലോ 3 വർഷം കഴിയുമ്പോൾ, ചിലരോട് പറയും ഇവിടെ പോയിരിക്കുക പറയാം, അവന് നമ്മൾ നേരിട്ട് അടി കൊടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സഭയുടെ ചുമതല കൊടുത്തു വിടും. പറയാം നമുക്ക് അടിക്കാൻ പറ്റത്തില്ല, അവിടെ പോയി അവൻ അടി കൊള്ളട്ടെ എന്ന് വെച്ചാൽ അവരതൊരു ശിക്ഷയായിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അതൊരു തമാശയ്ക്കാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ഞാനത് ആലോചിച്ച സമയത്ത് വിചാരിച്ചു, പണ്ടുള്ള ഈ സായിപ്പന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ഉള്ളവർ വന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലരും അഹങ്കാരത്തോടെ പറയുന്ന പല വലിയ സഭകളും ഉണ്ടായത്, പലരും വന്ന് കർത്താവിലേക്ക് വന്ന് അറിഞ്ഞത്. സോ എൻ്റെയും നിങ്ങളുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവിൻ്റെ സുവിശേഷം കർത്താവിനെ അറിയാത്ത ഗ്രാമങ്ങളും വില്ലേജുകളും നഗരങ്ങളിലും സ്റ്റേറ്റുകളിലും എത്താൻ വേണ്ടിയിട്ട് തമാശയ്ക്ക് പറയാതെ ആ ഒരു മിഷൻ വർക്കോടുകൂടി അതിനുവേണ്ടി ചെയ്യുന്ന ആളുകളെ എൻകറേജ് ചെയ്യുക. അവരുടെ പ്രാർത്ഥന, എൻ്റെ പേര് ഹരീഷ് എതിരതി, ഞങ്ങളുടെ പേര് എഴുതിയെടുക്കും, അങ്കിൾ PG വർഗീസ്, നിങ്ങളറിയാവുന്ന പല 10 പാസ്റ്റർമാരുണ്ട്, അവരുടെ പേരെന്ന് നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന അവരുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ചെയ്യുക എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ആമേൻ. और कई बार जब हम ऐसे सताव के जब वीडियोस हम भेजते हैं, आपको ये भी समझना है कि बहुत सारे लोग जो सेवा में हैं उन वीडियोस को देख के डर सकते हैं. सो हमें लोगों को डराने के लिए नहीं, परंतु हमें उनको और हिम्मत देना है, बल देना है, उनके साथ खड़े होकर ये बोलना है कि मैं भी आपके साथ हूँ, आप सेवा कीजिए, मैं आपको सपोर्ट कर रहा हूँ, मैं आपके संग हूँ, आपके कंधे से कंधा मिला के हम आपके साथ चल रहे हैं. और जब मैंने उस भाई से जब बात की, मुझे पता चला कि वो पासवान शायद आगरा या उत्तराखंड कहीं का है, वहाँ पे उसके साथ मार पिटाई हुई और उसके बाद वो वापस केरला में गया. केरला में जाके वो अपने ट्रीटमेंट के लिए वो वापस वहाँ पे गया. तो मैंने उस भाई से पूछा, क्या आपने उस पासवान से पूछा कि आपके ट्रीटमेंट की जिम्मेदारी मैं उठा लेता हूँ, आपको केरला जाने की ज़रूरत नहीं है, आप यहीं पे बेस्ट हॉस्पिटल में जाइए, आपकी ट्रीटमेंट हम करा देते हैं. सो कई बार हम हंसी मजाक में या ये दिखाने के लिए देखो इनके साथ क्या हुआ, सांत्वना देने के लिए बहुत सारी चीज़ों को आगे फॉरवर्ड करते हैं. वो ना करके हम उनके साथ अड़े और खड़े रहें, उनके सेवकाई को और मजबूत करें. आप जानते हैं कि जैसे केरला में भी बहुत सारे पुराने जो चर्चेज़ हैं, बहुत सारे डिनोमिनेशंस हैं, मैं किसी का नाम नहीं लूँगा. एक दिन मैं किसी पासवान से बात कर रहा था, तो उन्होंने बोला कि जैसे कुछ डिनोमिनेशंस में पासवान सिर्फ 3 साल के लिए उस कलीसिया की अगुवाई करता है, उसके बाद उसको ट्रांसफ़र किया जाता है. तो एक पासवान ने बोला कि हमें अगर किसी भी पास्टर को कोई पनिशमेंट देना है तो हम क्या करते हैं, उसको नॉर्थ इंडिया में सेवकाई करने के लिए भेजते हैं, क्योंकि हमें पता है साउथ इंडिया में तो उसके लिए बहुत ठीक रहेगा, बट नॉर्थ इंडिया में जो मार हम नहीं दे सकते, नॉर्थ इंडिया में खुद वो मार खा के वापस आ जाएगा. सो एक हंसी मजाक में वो बात हो रही थी, बट मैंने सोचा कि पनिशमेंट के लिए लोग नॉर्थ इंडिया में सेवकाई के लिए भेजते हैं क्योंकि वो जानते हैं कि नॉर्थ इंडिया में सताव है. बट आपको ये सोचना है कि वो पनिशमेंट नहीं, बट जो लोग नॉर्थ इंडिया में सेवकाई करते हैं, आपने उनके साथ अड़े और खड़े रहना है. हम लोग हैं जैसे हरीश और रति है, हम लोग हैं, अंकल PG वर्गीस हैं, और नॉर्थ इंडिया में बहुत सारे सेवकाई होंगे जिनका नाम आप जानते होंगे. उनका नाम लेके उनके लिए प्रार्थना कीजिए और उनके साथ अड़े और खड़े रहिए, उनको सपोर्ट कीजिए और बोलिए कि आप काम कीजिए, आप सेवा कीजिए और हम आपके साथ हैं. ആമേൻ. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ മെസ്സേജ് ഒന്ന് കുറച്ച് നേരം നോക്കാം. നമുക്ക് എലിവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ കർത്താവ് നമ്മളെ ഉയരങ്ങളിലേക്ക് വലിയ ലെവലുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുവേണ്ടിയുള്ള ഒരു മെസ്സേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജേക്കബിൻ്റെ ലൈഫിൽ കൂടെ, യാക്കൂബിൻ്റെ ലൈഫിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈബിൾ വേഴ്സ് ഒന്ന് പഠിക്കാം. ഉൽപ്പത്തി 30:25 മുതൽ 27 വരെയുള്ളത്. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം, ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായി എൻ്റെ ഭാര്യമാരെയും മക്കളെ എനിക്ക് തരണം, ഞാൻ പോകട്ടെ, ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലബാൻ അവനോട്, നിനക്ക് ദയുണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു.
और जैसे आप जानते हैं कि हम श्रेष्ठता के बारे में पढ़ रहे हैं और हमने याकूब के जीवन से पिछले कुछ एपिसोड से सीखा, सो उसी को ही हम आगे लेके चलेंगे। उत्पत्ति 30 के 25 में ऐसे लिखा है, जब राहेल से यूसुफ उत्पन्न हुआ तब याकूब ने लाबान से जाके कहा, मुझे विदा कर कि मैं अपने देश और अपने स्थान को जाऊं। मेरी स्त्रियां और मेरे बच्चे जिनके लिए मैंने तेरी सेवा की है उन्हें मुझे दे कि मैं चला जाऊं। तू तो जानता है कि मैंने तेरी कैसी सेवा की है। യാക്കൂബ് വന്നു, വൈഫായി, പിള്ളേരായി, കുറേ നാൾ അമ്മായിയപ്പൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്തു. ഒരനുഗ്രഹവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കുറച്ച് പിള്ളേരുമായി അദ്ദേഹത്തിന് വേണ്ടി കുറേ പണി ചെയ്തു. നമ്മൾ മലയാളത്തിൽ പറയാം, എന്തോ പറയുന്നത്, അടിചണ്ടയ്ക്കും പൈസ വാദ്യാർക്കും, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എന്ന് വെച്ചാൽ അടി കിട്ടുന്ന മുഴുവൻ ചെണ്ടയ്ക്കും പൈസ വരുന്ന അതിൻ്റെ ഓണറിൻ്റെ അവസ്ഥയിലോട്ടും. ഇത് ആഫ്രിക്കയിൽ ഒരു പ്രോവർബ് ഉണ്ട്, എൻ്റെ ഒരു ബിഷപ്പ് ഡാഗ് വാർഡ്മെൽസ് പറഞ്ഞേ, ഡാൻസ് ചെയ്യുന്ന മുഴുവൻ ബഫൂണ് എന്ന് വെച്ചാൽ കുരങ്ങൻ നിന്ന് ചാടും, പൈസ കിട്ടുന്ന മുഴുവൻ മാലിക്കിനും. സോ അതുപോലെ യാക്കൂബ് ഒത്തിരി പണി ചെയ്തു, പക്ഷേ അക്കൗണ്ട് ബാലൻസ് കൂടിക്കൊണ്ടിരുന്ന എല്ലാം ലബാൻ്റെയാണ്. അപ്പോൾ യാക്കൂബ് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുക. പക്ഷെ അന്നേരം യാക്കൂബിനെ പോകാൻ ലബാൻ അനുവദിച്ചില്ല. കാരണം ലബാന് മനസ്സിലായി എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വരുന്ന ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പലപ്പോഴും ഒരു ദൈവ പൈതൽ വർക്ക് ചെയ്യുന്ന, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചർച്ച്, കമ്പനി, ഓർഗനൈസേഷൻസ്, ഫാക്ടറി, ബിസിനസ്, നിങ്ങളുള്ളത് കാരണം അത് തരക്കിയിലേക്ക്, ഹിന്ദിയിൽ പറയുന്ന തരക്കി, അല്ലെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക്, അഭിഷേകങ്ങളിലേക്ക് പോകും. കാരണം അനുഗ്രഹം നിങ്ങളിലുണ്ട്. പലപ്പോഴും ഈ യാക്കൂബിൻ്റെ ലൈഫിൽ വന്നതെല്ലാം ഇത് കർത്താവ് ഓർഡർ ചെയ്താണ്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറയാം. और जैसे हमने ये पढ़ा आयत को, उसमें से हमें ये समझ आया कि याकूब ने बहुत साल अपने ससुर जी के लिए काम किया और उसके पास अभी भी कुछ नहीं है। पत्नी है, कुछ बच्चे हैं, उसके अलावा उसका अपना कुछ है नहीं। तो याकूब ने जाके अपने ससुर जी लबान को बोला कि बहुत साल मैंने तेरी सेवा की है, अब मुझे अनुमति दे कि मैं अपनी पत्नी के साथ, अपने बच्चों के साथ अपने देश वापस जा पाऊँ। और जैसे लबान ने इतने साल काम किया, कमाई सब उसने किया, बट पैसा सारा गया लबान के पास। याकूब ने बहुत मेहनत किया, बट पैसा सारा गया लबान के पास। जैसे मलयालम में भी एक कहावत है कि आप जानते हैं मलयालम में क्या कहते हैं, जो बजाने वाला बजाता है बट पैसा कोई और लेके जाता है। और एक बिशप है, बिशप डैग हेवर्ड मिल्स, वो बोलते हैं, अफ्रीका के प्रीचर हैं, अफ्रीकन प्रीचर है, वो बोलते हैं कि बंदर नाचता है बट मदारी जो है उसके पैसे सारा लेके चला जाता है। सो नाच कोई रहा होता है और पैसा कोई और इकट्ठा कर रहा होता है। यहाँ पे भी याकूब ने मेहनत किया, सेवा किया, बट लबान ने हर एक चीज़ को इकट्ठा किया। और जब याकूब ने जाके लबान को बोला कि मेरे को अनुमति दे, मैं जाना चाहता हूँ, लबान ने अनुमति दिया नहीं, क्योंकि लबान एक चीज़ समझ गया था कि मेरे पास जो आशीष है, जो भेड़ बकरियाँ हैं, धन है, दौलत है, सब कुछ ये याकूब के कारण हुआ, क्योंकि परमेश्वर याकूब के साथ था। मैं आपसे ये प्रश्न करना चाहता हूँ, जिस ऑफिस में आप काम कर रहे हैं, आप व्यवसाय कर रहे हैं, आप अपने करियर में आगे जा रहे हैं, आपके उस ऑफिस में आपके कारण वो जो ऑफिस है वो प्रॉफिट में जा सकता है, वो ऊंचाई में जा सकता है, क्योंकि परमेश्वर आपके साथ है। सो आपने ये विश्वास करना कि जैसे परमेश्वर याकूब के साथ था और याकूब को इंक्रीज दिया, बढ़ोतरी दिया, ऊंचाई में लेके गया, वैसे ही परमेश्वर आपके साथ रहेगा और उस ऑफिस में रह के आप भी और आपका ऑफिस भी ऊंचाई में जा सकता है। അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെൻ്റ് ആയി. എന്നിട്ട് യാക്കൂബ് പറഞ്ഞു, അവർ രണ്ടുപേരോടായി. അവസാനം യാക്കൂബ് പറഞ്ഞു, വിചാരിച്ചു, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. യാക്കൂബ് പറഞ്ഞു, മുഴുവൻ വെള്ള ആടുകളും വെള്ളയും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേ ആടുവാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എന്തോ ചാര നിറമുള്ള ആടുകളായിരുന്നു വിചാരിച്ചു. സോ അവർ തമ്മിൽ എഗ്രിമെൻ്റ് ആയി, ഇതിനകത്തുനിന്ന് വെള്ളയും ചാര നിറമുള്ള കറുത്ത ആടുകൾ ഇനി ഉണ്ടാകുന്നതല്ല എൻ്റെ. അത് പറഞ്ഞപ്പോൾ ലബാന്, അമ്മായിയപ്പന് വിചാരിച്ചത് നല്ലതാണല്ലോ, മരുമോന് വലിയ ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. കാരണം ഈ വെള്ളയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ചാര നിറത്തുള്ളതെന്ന് കറുത്ത ആട് ഇവിടുന്ന് വരുന്നത് എക്സാമ്പിള്. പക്ഷേ അങ്ങനെ വിചാരിച്ച് അവർ ഓക്കെ പറഞ്ഞു പോയി. പക്ഷേ ദൈവം രാത്രിയിൽ വന്ന് യാക്കൂബിന് കുറച്ച് ഐഡിയയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഈ വെള്ള ആടുകളിൽ നിന്നും ഗ്രേ ആടുകൾ അല്ലെങ്കിൽ ചാര നിറത്തുള്ള ആടുകളിൽ നിന്ന് എല്ലാം കറുത്ത ആട് ഉണ്ടാകാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് അമ്മായിപ്പം വിചാരിച്ചടേ ഇതെന്തോ പണി നടക്കുന്നുണ്ട്. പിന്നെ അമ്മായിപ്പം വന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇനി ഈ 3 നിറമുണ്ട്, ചുമന്ന എൻ്റെ ആട്. പുള്ളിക്ക് മനസ്സിലായി, ചുമന്ന നിൻ്റെ പ്രതിഫലം, നിനക്ക് കിട്ടുന്ന റിവാർഡ് അല്ല നിന്റെ സാലറി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയും പറഞ്ഞു പോയി. പിന്നെയും കർത്താവ് ഒരു ഐഡിയ കൊടുത്തു, ഇതിൽ നിന്നെല്ലാം ചുമന്ന ആടായി. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം സംഖ്യ എടുത്ത് നോക്കിയ സമയത്ത് ആരാ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ പറയാം, ഒന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് പറയാം.
और उसके बाद भी लबान एक और चालाकी के साथ आया। लबान ने बोला ठीक है, मैं एक उदाहरण के रूप में बता रहा हूँ क्योंकि बाइबल में ऐसा नहीं लिखा। उदाहरण के रूप में उनके पास भेड़ थी, कुछ सफ़ेद और कुछ ग्रे कलर की थी, और लबान ने बोला इनमें से जो काले होंगे वो तेरे हो जाएंगे। और याकूब ने बोला, तो लबान ने बोला कि हाँ भाई, मेरा जो बेटा है ये तो बेवकूफ है, मेरा तो लॉटरी निकल गया, क्योंकि काला तो भेड़ कैसे निकल सकता है, सफ़ेद और ग्रे ही तो है हमारे पास, उसमें से काले बच्चे कैसे उत्पन्न हो सकते हैं। बट लबान को ये नहीं पता था कि परमेश्वर याकूब के साथ है और याकूब को परमेश्वर आशीष देगा। और उसी रात जब याकूब सोया, परमेश्वर ने याकूब को दर्शन दिखाया, आइडियाज़ दिया, और उसके बाद जो बच्चे हुए वो काले रंग के हुए। सो काले जो हुए वो याकूब के हो गए। तो लबान ने देखा, अरे ये कैसे हो गया, काले कैसे बच्चे हो गए। फिर बोला चलो कोई बात नहीं, अब जो लाल बच्चे होंगे वो भी तेरे हो जाएंगे। अब इतने उसमें से लाल बच्चे होंगे, क्योंकि भेड़ सफ़ेद ग्रे और काले हैं, सिर्फ लाल बच्चे कैसे हो सकता है। बट फिर परमेश्वर ने उसको दर्शन दिया और फिर लाल बच्चे हुए, वो भी याकूब का हुआ। 43-ാമത്തെ വേഴ്സ് ഒന്ന് പഠിക്കുക. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. और 43 में ऐसे लिखा है, इस प्रकार वह पुरुष अत्यंत धनाढ्य हो गया और उसके बहुत सी भेड़ बकरियां और दासियां और दास और ऊंट और गदहे हो गए। കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് ബാലൻസ് എടുത്തു നോക്കിയപ്പം ലബാന്റെ അക്കൗണ്ടിൽ 1000 ആടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യാക്കൂബ് അച്ചായൻ്റെ അക്കൗണ്ട് ബാലൻസ് നോക്കിയപ്പം 1500 ഉണ്ട്. എല്ലാത്തിലും ലബാനേക്കാളും വലുതായിട്ട് ദൈവം കുറച്ച് വർഷങ്ങളുണ്ട്. ലബാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവ് യാക്കൂബിനെ കുറച്ച് ദിവസം കൊണ്ട് അനുഗ്രഹിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ് ഇവിടെ നിർത്തി ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. പലപ്പോഴും നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ ആയിരിക്കാം, ഒരു വിശ്വാസിയായിരിക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളായിരിക്കാം, കർത്താവിനെ അറിഞ്ഞിട്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങിയ ആളായിരിക്കാം. കുറേ വർഷങ്ങൾ നമുക്ക് തോന്നും നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ഒത്തിരി നമ്മളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു, വലിയ വണ്ടികൾ മേടിക്കുന്നു, വീടുകൾ മേടിക്കുന്നു, വലിയ ലെവലുകളിലേക്ക് പോകുന്നു, നമ്മൾ അത്രയും ഗ്രോത്തിലെന്ന്. പക്ഷേ ആ ദൈവത്തിൻ്റെ ആ ഒരു മൊമെൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഗിയർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി കർത്താവ് വളരെ സ്പീഡ് പിടിപ്പിക്കുന്ന സമയത്ത് ഈ മറ്റുള്ളവരെക്കാളെല്ലാം വളരെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് അവരെ ആർക്കും പിടിച്ചെത്താൻ പറ്റാത്ത ദൂരത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും ദൈവശക്തി. കർത്താവിന് അനുഗ്രഹം കൂടുള്ള ഒരു ദൈവ പൈതലിന് ഇത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ പുറയിലാണെന്നുണ്ടെങ്കിലും കർത്താവിൽ നടക്കുക, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജോലി ചെയ്യുക, അതിൽ മുന്നോട്ട് പോവുക, വ്യവസായം ചെയ്യുക. ഒരു സമയമായി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റുള്ള കൂടെ ഉള്ളവരെ, ശത്രുക്കളെ ഒന്നും പിടിച്ചെത്താൻ പറ്റാത്തതിനേക്കാളും ഒത്തിരി മുന്നോട്ട് നിങ്ങളെ ദൈവം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അത് യാക്കൂബിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാം. और यहाँ पे जब कुछ टाइम बाद देखा, लबान के पास अगर 5000 संपत्ति है तो याकूब के पास वो 5200 हो गए थे। और ऐसे देखते देखते हर जगह याकूब की संपत्ति, धन और भेड़ बकरियां सब बढ़ते जा रहे थे। और मैं इसके बीच में आपको एक चीज़ बताना चाहता हूँ कि आपको लग रहा होगा कि शुरुआत में आप बहुत ही पीछे हैं, बट जब परमेश्वर आपके साथ आ जाता है, जो शुरुआत में जो आपके साथ है उससे कई ज़्यादा आप आगे होंगे। परमेश्वर आपको आगे ले सके जा सकता है, आपके करियर में आपको आगे लेके जा सकता है। आप अभी बोल रहे होंगे कि मैं तो अभी पीछे, बिल्कुल ही पीछे हूँ, बट परमेश्वर आपको उस पीछे से निकाल के आपको आगे तक लेके जाता है, आपको आशीष दे सकता है, आपको ब्लेसिंग दे सकता है, जब आप परमेश्वर के अनुसार, उसके कॉलिंग के अनुसार चलेंगे। നമ്മൾ ജനസിസിന്റെ 31-1 മുതൽ 16 വരെ ഞാൻ പഠിക്കുന്നില്ല. അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞ സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനിത് അടുത്ത എപ്പിസോഡിൽ പറയാം. യാക്കൂബിനെ അമ്മായിയപ്പൻ പഴയ പോലെ ഫേവർ ചെയ്യാൻ തുടങ്ങിയില്ല, പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. കാരണം മരുമോന് അദ്ദേഹത്തിനേക്കാളും കൂടുതൽ സ്വത്തും സമ്പത്തും വകകളും ഒക്കെ ആയതിനു ശേഷം നമ്മളെ പലപ്പോഴും നമ്മൾ അനുഗ്രഹത്തിൽ കൂടുന്ന സമയത്ത് പഴയ പോലെ ചില ഫേവറുകളും പഴയ പോലെ ചില ഇൻവിറ്റേഷൻസുകളും പഴയ പോലെ ചില ഹെൽപ്പുകളൊന്നും ഉണ്ടാകത്തില്ല. ഇറ്റ്സ് ഓക്കെ. അതൊന്നും ഒരു മനസ്സിൽ വെക്കാതെ പേടിക്കാതെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളെ വിളിച്ച ദൈവം വലിയ അനുഗ്രഹങ്ങൾ തന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ള കഴിവുള്ള ദൈവമാണ്. അനുഗ്രഹിക്കട്ടെ, വലിയ ലെവലിലേക്ക് നിങ്ങളെ കർത്താവ് കൊണ്ടുപോകട്ടെ. അനുഗ്രഹം നിറഞ്ഞൊരു മാസവും ദിവസവും ആയിരിക്കട്ടെ. 1-2 അനൗൺസ്മെൻറ്റുകളോട് ഒന്ന് കേൾക്കുക. എൻ്റെ പ്രാർത്ഥനയാണ് അങ്ങനെയും കുടുംബവും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നും കർത്താവിൻ്റെ വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ വളരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുമെന്നും പറ്റുന്ന എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ്സിങ്സ് ഓൺ യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹമുള്ള നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് അങ്ങയും കുടുംബവും നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചർച്ച് അങ്ങയും ഞാനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. വളരെ കാലം കൊണ്ട് ചർച്ചിന് ഇവിടെ സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 13-ാം തീയതി 17 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു.
കൊടുത്തു. 1,80,00,000 സ്ഥലം. രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒരു 2 കോടി രൂപയ്ക്ക് അടുത്താവും. അങ്ങും കുടുംബം ഇതുവരെ തന്ന എല്ലാ പ്രാർത്ഥനകൾക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവും കുടുംബവും അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിക്കട്ടെ എന്നും അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നും. ഞങ്ങൾ ഇന്ന് ആഴ്ചയിൽ നമ്മൾ അടുത്ത ആഴ്ച ഒരു 30 ലക്ഷം രൂപ കൂടെ കൊടുക്കണം അവർക്ക്. ഒരു 10 രൂപയ്ക്ക് അടുത്തായി, 20 രൂപയും കൂടെ എടുത്തുണ്ട്, 11 ലക്ഷം രൂപ അടുത്ത്. ബാക്കി ഒരു 19 ലക്ഷം രൂപ കൂടെ അടുത്ത ആഴ്ചകളിൽ കൊടുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അങ്ങേയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. ഞങ്ങൾക്ക് പിന്നെ അത് ഫൈനൽ പേയ്മെന്റ് അടുത്താണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വരെ ഇവിടെ പ്രാർത്ഥിക്കും. ഇതുവരെ തന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. സോ ഇന്നും പ്രാർത്ഥിക്കുന്ന അങ്ങേക്കും കുടുംബത്തിനും വേണ്ടി അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷേകങ്ങളും വരട്ടെ. സോ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ ഒരു ദൈവഭവനം വരട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ ഒത്തിരി മരങ്ങളുള്ള ഗ്രീനറി ഉള്ള ഒരു സ്ഥലമാണല്ലോ. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവെ ഈ കാര്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ജീവിതവും നല്ല ഹരിതാഭമായി മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ സുന്ദരമാക്കി മാറണേ. കുടുംബങ്ങളെ, ബിസിനസ്സിനെ, വ്യവസായങ്ങളെ എല്ലാം അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അങ്ങേക്കും കുടുംബത്തിനും മേളിൽ പറയുന്നു. അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും കുടുംബത്തെ ഓർക്കണം, പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയ ഒരു സ്ഥലം വരാൻ വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് കർത്താവ് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് സഹായങ്ങൾ അയച്ചു തന്ന് നമ്മളെല്ലാവരും കൂടെ ചെന്ന് നിന്ന് ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിർമ്മാണം തുടങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് വഴികളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. താങ്ക് യു സോ മച്ച്.